2023 കണ്ടെത്തിയ വ്യത്യസ്തമായ ജീവജാലങ്ങളുടെ പട്ടികയിൽ മലയാളി മീനും. കക്ഷി വരാലിന്റെ വകയിലൊരു ബന്ധുവായി വരും. കണ്ണുകളില്ലാത്ത ഈ മീൻ പ്രദേശവാസികളുടെ കൂടി സഹായത്തോടെ കണ്ടെത്തിയതുകൊണ്ട് ഹൊറാഗ്ലാനിസ് പോപ്പുലി എന്നാണ് മത്സ്യത്തിന് ശാസ്ത്രലോകം നൽകിയിരിക്കുന്ന പേര്. എല്ലാ വർഷവും ശാസ്ത്രജ്ഞർ പുതിയ ജീവജാലങ്ങളെ ലോകത്തിനായി പരിചയപ്പെടുത്താറുണ്ട്. പുതുതായി കണ്ടെത്തിയ ജീവജാലങ്ങളിൽ മിക്കവയും കാലാവസ്ഥാ വ്യതിയാനവും അധിനിവേശ ജീവികളും കാരണം വംശനാശ ഭീഷണി നേരിടുന്നവയാകും. ഈ വർഷം 11 വ്യത്യസ്ത വർഗത്തിലുള്ള ജീവജാലങ്ങളെയാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത്. അതിലൊന്നാണ് കേരളത്തിൽ പത്തനംതിട്ടയിലും മറ്റും കാണപ്പെടുന്ന പോപ്പുലി. പനാമ, കൊളംബിയ, ഇക്വഡോർ എന്നിവിടങ്ങളിലെ വനാന്തരങ്ങളിൽ കാണപ്പെടുന്ന പാമ്പുകളാണ് പട്ടികയിൽ ഒന്നാമത്. പരിസ്ഥിതിവാദിയും നടനുമായ ലിയോണാർഡോ ഡികാപ്രിയോയുടെ അമ്മയ്ക്ക് ആദരമായി സിബോൺ എമിലിൻ ഡികാപ്രിയോ എന്നാണ് പാമ്പിന് നൽകിയിരിക്കുന്ന പേര്. ഒച്ചുകളാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. 2ാം സ്ഥാനത്ത് ജയന്റ് ആമസോണിയൻ എട്ടുകാലിയാണ്. ഓറഞ്ച് നിറത്തിലുള്ള വെൽവെറ്റ് തൊലിയുള്ള 8 ഇഞ്ച് നീളമുള്ള ഈ എട്ടുകാലിയുടെ പേര് സഡാല റൗളി എന്നാണ്. ആമസോൺ മഴക്കാടുകളിൽ കണ്ടെത്തിയ ഇവയുടെ ഭക്ഷണം ചെറുപ്രാണികളാണ്. 3 മുതൽ 7 അടി വരെ നീളമുള്ള ചെടികളിൽ പിടിച്ചുകയറി ഇരപിടിക്കാൻ ഇവയ്ക്ക് സാധിക്കും. 3ാം സ്ഥാനത്താണ് നമ്മുടെ പോപ്പുലി. ഭൂഗർഭജലമുള്ള അക്വിഫയറുകളിലാണ് പോപ്പുലി കാണപ്പെടുന്നത്. കാലങ്ങളായി ഇരുട്ടത്ത് ജീവിക്കുന്ന ഇവയ്ക്ക് അതുകൊണ്ട് തന്നെ കാഴ്ചയുടെ ആവശ്യമില്ല. അങ്ങനെ പരിണാമത്തിലൂടെയാണ് പോപ്പുലിക്ക് കണ്ണുകൾ നഷ്ടമായത്. ഒപ്പം രക്തത്തിന്റെ ചുവപ്പും പ്രകടമായി തെളിഞ്ഞു വന്നു. കിണറുകളിൽ നിന്നാണ് പോപ്പുലിയെ കണ്ടെത്തിയത്. ചെങ്ങന്നൂർ, പത്തനംതിട്ട പോലുള്ള പ്രദേശങ്ങളിൽ പോപ്പുലിയെ കണ്ടെത്തിയിട്ടുണ്ട്. 2023 കണ്ടെത്തിയ മറ്റൊരു കൗതുകമുള്ള ജീവി ലൈറ്റ് ബൾബിനെ അനുസ്മരിപ്പിക്കുന്ന അനിമോണാണ്. ബെല്ലാക്ടിസ് ലക്സ് എന്നാണ് ശാസ്ത്രലോകം ഇതിന് നൽകിയിരിക്കുന്ന പേര്. മെക്സിക്കൻ ഉൾക്കടലിൽ വസിക്കുന്ന ബെല്ലാക്ടിസ് ഇരപിടിക്കുന്നത് അവയുടെ നീളൻ കൈകൾ ചുഴറ്റിയാണ്. തവളകളുടെ ക്രോം ശബ്ദം അറിയാത്തവരില്ല. എന്നാൽ നിശബ്ദമായി കരയുന്ന തവളകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ടാൻസാനിയയിലെ ഉക്കാഗുരു മലമേഖലയിൽ കാണപ്പെടുന്ന പ്രത്യേക ഇനം തവള നിശബ്ദനാണ്. സാധാരണ ഇണയെ ആകർഷിക്കാൻ ക്രോം ശബ്ദത്തിൽ കരയുന്ന തവളകളിൽ നിന്ന് വ്യത്യസ്തമായി സ്പർശനത്തിലൂടെയാണ് ഇവർ ഇണയെ ആകർഷിക്കുന്നത്. ഇവയുടെ ശരീരത്തിലുള്ള പ്രത്യേകതരം സ്പൈനുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ സംശയിക്കുന്നത്. ഹാരിസൺ ഫോർഡിന്റെ പേര് നൽകിയിരിക്കുന്ന പാമ്പിന്റെ പുതിയ വർഗം മഞ്ഞ നിറത്തിലുള്ള കീഴ്വയറുള്ള പ്രത്യേക ഇനം തവള, നടൻ ടോം ഹാർഡിയുടെ പേര് നൽകിയിരിക്കുന്ന ചിലന്തി, പ്രത്യേക ഇനം പുറംതോടോടെ കാണപ്പെടുന്ന നോട്ടില്യൂസസ് എന്നിങ്ങനെ രൂപം കൊണ്ടും സ്വഭാവം കൊണ്ടും വ്യത്യസ്തരായ നിരവധി ജീവികളെയാണ് ശാസ്ത്രലോകം ഈ വർഷം കണ്ടെത്തിയിരിക്കുന്നത്.